ആറുവരിപ്പാതയിൽ നിന്നും ഡ്രൈനേജ് വഴി പഞ്ചായത്ത് റോഡിലേക്ക് മലിനജലം വീടുകളിലേക്ക്. സ്വന്തം വഴിയടച്ച് പൂട്ടി ദുരിതത്തിലായി വീട്ടുകാർ. മലപ്പുറം രണ്ടത്താണിയിലാണ് സംഭവം. വിഷയത്തിൽ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് നാട്ടുകാർ. അതേസമയം ദേശീയപാത നിർമ്മാണ കമ്പനിക്കെതിരെ UDF ശനിയാഴ്ച മാർച്ച് നടത്തും. അവർക്ക് എന്തെങ്കിലും തീരുമാനത്തിന് രണ്ടത്താണി നിവാസികളുടെ തീരാദുരിതം തുടരുകയാണ്. ഡ്രെയിനേജ് വഴിയുള്ള മലിനജലം ഒഴുകിയെത്തിയതോടെ സ്വന്തം വീടുകളിലേക്കുള്ള വഴികൾ അടച്ചുപൂട്ടേണ്ട സ്ഥിതിയിലാണ് വീട്ടുകാർ. മറാക്കര പഞ്ചായത്തിലെ 1-ാം വാർഡിന്റെയും 20-ാം വാർഡിന്റെയും ഭാഗമായ അയ്യൂബ് ഖാൻ റോഡിലാണ് 50-ലധികം വീട്ടുകാർ ദുരിതത്തിലായിരിക്കുന്നത്. ഗതികേടിലായ വീട്ടുകാർ റോഡിന് സമീപം പടവുകൾ നിർമ്മിച്ച് താൽക്കാലികമായി തങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി അടച്ചിരിക്കുകയാണ്. ആറുവരിപ്പാതയുടെ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഡ്രെയിനേജ് വഴിയാണ് ഈ വീടുകളിലേക്ക് മലിനജലം ഒഴുകിയെത്തുന്നത്. കിണറുകളിലേക്കും വെള്ളമെത്തിയതോടെ നാട്ടുകാർ ആരോഗ്യ ഭീഷണിയും നേരിടുന്നു. ഇതോടെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് നാട്ടുകാർ. രണ്ടത്താണി ടൗണിൽ നിന്നുള്ള മുഴുവൻ മലിനജലവും ഇറങ്ങുന്നത് പഞ്ചായത്ത് ആസ്തിയിലുള്ള ഈ റോഡിലേക്കാണ്. വിഷയത്തിൽ പ്രദേശത്തുകാർക്ക് നീതി ലഭ്യമാക്കുന്നതിനായി UDF ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച ദേശീയപാത കമ്പനിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. KK ആബിദ് ഹുസൈൻ തങ്ങൾ MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ നിർമ്മാണ പ്രവൃത്തികളുമായി മുന്നോട്ടു പോകുകയാണ് KNRC. ഇരുഭാഗങ്ങളിലും ഡ്രെയിനേജിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഇവിടെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത സാഹചര്യത്തിൽ തിരിച്ചടിയുണ്ടാകുമോ എന്ന ആശങ്കയാണ് ധൃതി പിടിച്ചുള്ള ഇത്തരം നിർമ്മാണ പ്രവൃത്തികൾക്ക് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. വിഷയം ജില്ലാ കളക്ടർ R. വിനോദിന്റെ ശ്രദ്ധയിലും ജനപ്രതിനിധികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലബാർ ടൈംസ്, കാടാമ്പുഴ.